ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കായുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫൻസ് പ്രതിരോധ വകുപ്പിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ന്യൂ ഡൽഹിയാണ്. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനം ആൻസർ ന്യൂ ഡൽഹി. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഡിഫൻസ് ഇൻ ഇന്ത്യ ആൻസർ ന്യൂ ഡൽഹി. അതുപോലെ പറയുകയാണെങ്കിൽ നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? അതുപോലെ തന്നെയാണ് ന്യൂ ഡൽഹി. നാഷണൽ ഡിഫൻസ് കോളേജ് ലൊക്കേറ്റഡ് അറ്റ് ന്യൂ ഡൽഹി. നാഷണൽ ഡിഫൻസ് കോളേജ് ലൊക്കേറ്റഡ് അറ്റ് ന്യൂ ഡൽഹി. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? രാഷ്ട്രപതിയാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് എ സുപ്രീം കമാൻഡർ ഓഫ് ആർമഡ് ഫോഴ്സ്. അതായത് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? രാഷ്ട്രപതിയാണ്. ആർട്ടിക്കിൾ 53 പ്രകാരമാണ് രാഷ്ട്രപതി ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനാണെന്ന് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 53 പ്രകാരം രാഷ്ട്രപതി ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനാണ് എന്ന് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 53 ഡീൽസ് വിത്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ആർമഡ് ഫോഴ്സ്. രാഷ്ട്രപതി ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനാണെന്ന് പരാമർശിക്കുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ഡിഫൻസ് മെഡിക്കൽ കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഡിഫൻസ് മെഡിക്കൽ കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് ഡിഫൻസ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? പൂനായിലാണ്. എവിടെയാണ്? പൂനായിലാണ്. ഡിഫൻസ് മെഡിക്കൽ കോളേജ് ലൊക്കേറ്റഡ് അറ്റ് പൂന, മഹാരാഷ്ട്ര. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയാണ്? പ്രതിരോധ വകുപ്പിന് വേണ്ടിയാണ്. ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ ബഡ്ജറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഡിഫൻസിന് വേണ്ടിയാണ്. അത് പ്രതിരോധ വകുപ്പിന് വേണ്ടിയാണ്. ഇന്ത്യ ഗവൺമെന്റ് സ്പെൻഡ് മോസ്റ്റ് എമൗണ്ട് ഓഫ് മണി ഫ്രം ബഡ്ജറ്റ് ഫോർ ഡിഫൻസ്. ഡിഫൻസിന് വേണ്ടിയാണ് ഈ ബഡ്ജറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുക എന്ത് ചെയ്യുന്നത്? ചിലവഴിക്കുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് സ്പെൻഡ് മോസ്റ്റ് എമൗണ്ട് ഓഫ് മണി ഫോർ ഡിഫൻസ് ഫ്രം ബഡ്ജറ്റ്. ബഡ്ജറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രതിരോധ വകുപ്പിന് വേണ്ടിയാണ്. അപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. പ്രസന്റ് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻസർ രാജ്നാഥ് സിംഗ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാകുന്ന ആദ്യത്തെ മലയാളി ആരാണ്? VK കൃഷ്ണമേനോൻ. ഫസ്റ്റ് മലയാളി ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻസർ VK കൃഷ്ണമേനോനാണ്. അതുപോലെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാകുന്ന രണ്ടാമത്തെ മലയാളി ആരാണ്? AK ആന്റണിയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാകുന്ന രണ്ടാമത്തെ മലയാളി ആരാണ്? AK ആന്റണിയാണ്. സെക്കൻഡ് മലയാളി ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻസർ AK ആന്റണി. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? AK ആന്റണിയാണ്. ലോങ്സ്റ്റ് സെർവിംഗ് മലയാളി ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻസർ AK ആന്റണി. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യകാല പ്രതിരോധ മന്ത്രി ആരാണ്? ബൽദേവ് സിംഗ് ആണ്. ഫസ്റ്റ് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻസർ ബൽദേവ് സിംഗ്. ഇനി നമ്മൾ കരസേനയെ കുറിച്ച് പറയുകയാണ്. കരസേന എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ആർമി. അപ്പൊ കരസേനാ ദിനം എന്നാണ്? കരസേനാ ദിനം ജനുവരി 15 ആർമി ഡേ ജനുവരി 15. ആർമി ഡേ ജനുവരി 15. കാർഗിൽ വിജയ ദിനം എന്നാണ്? ജൂലൈ 26. കാർഗിൽ വിക്ടറി ഡേ ആൻസർ ജൂലൈ 26. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ കരസേനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? മേജർ സ്ട്രിഞ്ചർ ലോറൻസ് ആണ്. ഇന്ത്യൻ കരസേനയുടെ പിതാവ് എന്നറിയപ്പെടുന്നു മേജർ സ്ട്രിഞ്ചർ ലോറൻസ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? മേജർ സ്ട്രിഞ്ചർ ലോറൻസിനെയാണ്. ഇന്ത്യൻ കരസേനയിലെ കിപ്പർ എന്നറിയപ്പെടുന്നു ആരാണ്? KM കരിയപ്പ. KM കരിയപ്പ ഈസ് നോൺ ആസ് കിപ്പർ ഓഫ് ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയിലെ കിപ്പർ എന്നറിയപ്പെടുന്ന ആരെയാണ്? KM കരിയപ്പയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ
ഇന്ത്യൻ കരസേനയുടെ ആപ്തവാക്യം എന്താണ്? ഇന്ത്യൻ കരസേനയ്ക്ക് ഒരു ആപ്തവാക്യമുണ്ട്. മോട്ടോ ഓഫ് ഇന്ത്യൻ ആർമി എന്താണ്? ഇന്ത്യൻ കരസേനയുടെ ആപ്തവാക്യം ചോദിച്ചാൽ എന്താണ്? അഹോരാത്രം ജാഗ്രത. അഹോരാത്രം ജാഗ്രത ഇസ് ദ മോട്ടോ ഓഫ് ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയുടെ ഒരു ആപ്തവാക്യമാണ് എന്ത്? അഹോരാത്രം ജാഗ്രത. അതുപോലെ പറയുകയാണെങ്കിൽ അതുപോലെ ഡിഫൻസ് യൂണിവേഴ്സിറ്റി, ഇന്ത്യയുടെ പ്രതിരോധ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഗർഗവോൺ ഹരിയാന. നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് ഗർഗവോൺ ഹരിയാന. ഗർഗവോൺ ഹരിയാന. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി എവിടെയാണ്? ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ലൊക്കേറ്റഡ് അറ്റ് ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. അതുപോലെ ഇന്ത്യൻ കരസേനയുടെ ഇപ്പോഴത്തെ മേധാവി ആരാണ്? ഇന്ത്യൻ കരസേനയുടെ ഇപ്പോഴത്തെ മേധാവിയാണ് മനോജ് പാണ്ഡെ. മനോജ് പാണ്ഡെ ഈസ് ദ പ്രസന്റ് ഹെഡ് ഓഫ് ഇന്ത്യൻ ആർമി. മനോജ് പാണ്ഡെ ഈസ് ദ പ്രസന്റ് ഹെഡ് ഓഫ് ഇന്ത്യൻ ആർമി. അതുപോലെ തന്നെ മിലിറ്ററി ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ നമ്മൾ ഇനി എങ്ങോട്ട് പോവുകയാണ്? നമ്മൾ ഇന്ത്യൻ നേവിയിലേക്ക് പോവുകയാണ്. അപ്പം നേവൽ ദിനം എന്നാണ്? ഡിസംബർ 4 നേവൽ ദിനം ഡിസംബർ 4. നേവൽ ഡേ ഡിസംബർ 4. അതുപോലെ ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യം എന്താണ്? ഇന്ത്യൻ നേവിക്ക് ഒരു ആപ്തവാക്യമുണ്ട്. എന്താണ് ആപ്തവാക്യം? ഷാനോ വരുണ. മോട്ടോ ഓഫ് ഇന്ത്യൻ നേവി ആൻസർ ഷാനോ വരുണ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നേവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സദേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? സദേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? സദേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? സദേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. എവിടെയാണ്? കൊച്ചിയാണ്. സദേൺ നേവൽ കമാൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സദേൺ നേവൽ കമാൻഡ് ആൻസർ കൊച്ചി. അതുപോലെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് എവിടെയാണ്? ഈസ്റ്റേൺ നേവൽ കമാൻഡ് എവിടെയാണ്? വിശാഖപട്ടണം. ഈസ്റ്റേൺ നേവൽ കമാൻഡ് വിശാഖപട്ടണമാണ്. വെസ്റ്റേൺ നേവൽ കമാൻഡ് എവിടെയാണ്? മുംബൈയിലാണ്. വെസ്റ്റേൺ നേവൽ കമാൻഡ് മുംബൈയിലാണ്. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഏതാണ്? ഏഴിമല നാവിക അക്കാദമി. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. ലാർജസ്റ്റ് നേവൽ ട്രെയിനിങ് സെന്റർ ഓഫ് ഏഷ്യ. ലാർജസ്റ്റ് നേവൽ ട്രെയിനിങ് സെന്റർ ഓഫ് ഏഷ്യ ആൻസർ ഏഴിമല നേവൽ ട്രെയിനിങ് സെന്റർ അല്ലെങ്കിൽ ഏഴിമല നേവൽ അക്കാദമി ലൊക്കേറ്റഡ് അറ്റ് കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. കണ്ണൂരിലാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഏതാണ്? ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഏതാണ്? INS വിക്രാന്ത് ആണ്. INS വിക്രാന്ത്. ലാർജസ്റ്റ് എയർക്രാഫ്റ്റ് കരിയർ ഓഫ് ഇന്ത്യൻ നേവി ആൻസർ INS വിക്രാന്ത്. അതുപോലെ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വേഗത്തിൽ മിസൈൽ വർഷിക്കുന്ന കപ്പൽ ഏതാണ്? INS ബ്രഹ്മപുത്രയാണ്. ഫാസ്റ്റസ്റ്റ് മിസൈൽ ലോഞ്ചിങ് ഷിപ്പ് ഓഫ് ഇന്ത്യൻ നേവി ആൻസർ INS ബ്രഹ്മപുത്ര. INS ബ്രഹ്മപുത്ര. അതുപോലെ തന്നെ INS ഗരുഡൻ എന്ന് കണ്ടാൽ INS ഗരുഡ് എവിടെയാണ്? കൊച്ചിയാണ്. INS ഗരുഡ് കൊച്ചിയാണ്. INS കുഞ്ഞാലി അതെവിടെയാണ്? മുംബൈയിലാണ്. INS കുഞ്ഞാലി മുംബൈയിലാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ ഇപ്പോഴത്തെ മേധാവി ആരാണ്? അരുൺകുമാർ ത്രിപാഠിയാണ് ഇന്ത്യൻ നാവികസേനയുടെ ഇപ്പോഴത്തെ മേധാവി. അതുപോലെ തന്നെ ഇനി നമ്മൾ വ്യോമസേനയെ കുറിച്ച് പറയുകയാണ്. വ്യോമസേന. അപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ നേവി ആൻസർ ന്യൂഡൽഹി. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ആർമി ആൻസർ ന്യൂഡൽഹി. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ആർമിയും ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ നേവി ഇവിടെ തന്നെയാണ്, ന്യൂഡൽഹി തന്നെയാണ്. അതുപോലെ തന്നെ ഓൾഡസ്റ്റ് പാരാമിലിറ്ററി ഫോഴ്സ് ഇൻ ഇന്ത്യ ഏതാണ്? ആസാം റൈഫിൾസ് ആണ്. ഓൾഡസ്റ്റ് പാരാമിലിറ്ററി ഫോഴ്സ് ഓഫ് ഇന്ത്യ ആൻസർ ആസാം റൈഫിൾസ് ആണ്. CBIയുടെ ആസ്ഥാനം ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് CBI ഇൻ ഇന്ത്യ ആൻസർ ന്യൂഡൽഹി. CBIയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. CBIയുടെ കേരളത്തിലെ ആസ്ഥാനം ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് CBI ഇൻ കേരള ആൻസർ കൊച്ചിയാണ്. CBIയുടെ കേരളത്തിലെ ആസ്ഥാനം കൊച്ചിയാണ്. ഇനി നമ്മൾ വ്യോമസേനയെ കുറിച്ച് പറയുകയാണ്. വ്യോമസേന ദിനം എന്നാണ്? ഒക്ടോബർ 8. എയർഫോഴ്സ് ഡേ ഒക്ടോബർ 8. ഇന്ത്യൻ വ്യോമസേനയുടെ ആപ്തവാക്യം എന്താണ്? ഒരു ആപ്തവാക്യമുണ്ട്. എന്താണ് ആപ്തവാക്യം? നഫാസ് സ്പർശം ദീപ്തം മോട്ടോ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ആൻസർ ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. ഓർത്ത് വെച്ചോളുക.
അതുപോലെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്. ആൻസർ ന്യൂഡൽഹി. ഇനി നമ്മൾ കുറച്ച് സതേൺ എയർ കമാൻഡ് എവിടെയാണെന്ന് അറിയാമോ? സതേൺ എയർ കമാൻഡ് എവിടെയാണ്? തിരുവനന്തപുരം. സതേൺ എയർ കമാൻഡ് തിരുവനന്തപുരമാണ്. ഈസ്റ്റേൺ എയർ കമാൻഡ് എവിടെയാണ്? ഷില്ലോങ് ആണ്. ഈസ്റ്റേൺ എയർ കമാൻഡ് ഷില്ലോങ് ആണ്. വെസ്റ്റേൺ എയർ കമാൻഡ് എവിടെയാണ്? ന്യൂഡൽഹി. വെസ്റ്റേൺ എയർ കമാൻഡ് ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ എയർഫോഴ്സ് ട്രെയിനിങ് കമാൻഡ് എവിടെയാണ്? എയർഫോഴ്സ് ട്രെയിനിങ് കമാൻഡ് എവിടെയാണ്? ബംഗളൂരു. എയർഫോഴ്സ് ട്രെയിനിങ് കമാൻഡ് ബംഗളൂരു ആണ്. എയർഫോഴ്സ് മെയിൻ്റനൻസ് കമാൻഡ് എവിടെയാണ്? നാഗപ്പൂരാണ്. എയർഫോഴ്സ് മെയിൻ്റനൻസ് കമാൻഡ് എവിടെയാണ്? നാഗപ്പൂരാണ്. അതുപോലെ സൈനിക സ്കൂളിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സൈനിക സ്കൂൾ ഇൻ ഇന്ത്യ. ആൻസർ ന്യൂഡൽഹി. സൈനിക സ്കൂളിൻ്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സൈനിക സ്കൂൾ ഇൻ കേരള. ആൻസർ എന്താണ്? ട്രിവാൻഡ്രമാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരമാണ്. അതുപോലെ ഇപ്പോഴത്തെ വ്യോമസേനാ മേധാവി ആരാണ്? VR ചൗധരി. പ്രസന്റ് ഹെഡ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്. ആൻസർ VR ചൗധരി. ഇപ്പം നമ്മൾ ഡിഫൻസിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇനി മിലിറ്ററി ഓപ്പറേഷൻസ് ഉണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഞാനിവിടെ പറഞ്ഞത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്. വീഡിയോ തുടർച്ചയായിട്ട് കണ്ടെങ്കിലേ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുകയുള്ളൂ. വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുക. ഇത് ഏവർക്കും കാണാവുന്നതാണ്, കാര്യങ്ങൾ കേട്ട് പഠിക്കാവുന്നതാണ്.